നമസ്കാരം. വളരെ രുചികരവും എന്നാൽ വളരെ വേഗത്തിൽ തയ്യാറാക്കാവുന്നതുമായ ഒരു മാങ്ങ അച്ചാർ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത് 600 ഗ്രാം മാങ്ങയുണ്ട്. അതായത് ഒരു മീഡിയം സൈസിലുള്ള ഒരു 3 മാങ്ങ ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട്. മാങ്ങ അച്ചാറിന് വേണ്ടി കട്ട് ചെയ്യുമ്പോൾ പീസുകൾ വളരെ ചെറുതായിരിക്കാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് നമുക്ക് ഉണ്ടാവത്തുള്ളൂ. കട്ട് ചെയ്ത മാങ്ങയിൽ 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വയ്ക്കുക. മാങ്ങ നല്ല മിക്സ് ആവാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ മാങ്ങയുടെ എല്ലാ ഭാഗത്തും ഉപ്പ് പിടിക്കത്തുള്ളൂ. ചില കല്യാണ സദ്യകളിലൊക്കെ നിങ്ങൾ ഇത്തരമൊരു മാങ്ങ അച്ചാറിൻ്റെ രുചി അറിഞ്ഞിട്ടുണ്ടാകും. മാങ്ങ ഉപ്പ് പിടിക്കാനായി മാറ്റി വയ്ക്കുന്ന സമയത്ത് നമുക്ക് അല്പം കടുക് ചതച്ചെടുക്കാം. 3 ടേബിൾ സ്പൂൺ കടുക് നമുക്ക് ഇതുപോലെ ഒരു കല്ലിലിട്ട് ചതച്ചെടുക്കാം. കടുക് പൊടിച്ച് ചേർക്കരുത്, കടുക് ചതച്ച് തന്നെ ചേർക്കുക. പഴയ കാലത്ത് എല്ലാവരും പറയും കടുക് നിലത്ത് വീണാൽ വീട്ടിൽ വഴക്കുണ്ടാകുമെന്ന്. അതുകൊണ്ട് നമുക്ക് കടുകൊന്നും താഴെ വീഴാതെ തന്നെ, ഇനി പഴയ കാര്യങ്ങളൊന്നും നമുക്ക് കളയണ്ട, കടുക് താഴെ വീഴാതെ നമ്മൾ കൈകൊണ്ടൊന്ന് പൊത്തിപ്പിടിച്ചൊന്ന് ചതച്ചെടുക്കുക. അടുത്തതായി ഒരു പാൻ ചൂടാക്കാനായി വെക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 6 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച കടുക് ചേർക്കാം. ഈ സമയം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. കടുക് നല്ല രീതിയിൽ വെന്ത് പൊട്ടുന്നത് വരെ സമയം കൊടുക്കുക. കടുക് എണ്ണയുടെ എല്ലാ ഭാഗത്തും എത്തുവാൻ വേണ്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. കടുക് വെന്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, 1/2 ടീസ്പൂൺ കായപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതിൽ കാശ്മീരി മുളക് പൊടിയാണ് 3 ടേബിൾ സ്പൂൺ ഇട്ടിരിക്കുന്നത്. സാധാ മുളക് പൊടിയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ മതിയാകും. 2 തണ്ട് കറിവേപ്പില. ഇവയെല്ലാം ചേർത്ത് ആ എണ്ണയുടെ ചൂടിൽ തന്നെ മിക്സ് ചെയ്യുക. മസാലകളുടെ പച്ചമണം മാറുന്നതുവരെ ഏകദേശം 1 മിനിറ്റ് നേരം ഒന്ന് മിക്സ് ചെയ്താൽ മതിയാകും. ഈ സമയം തീ കത്തിക്കേണ്ട ആവശ്യമില്ല. നിലവിലെ എണ്ണയുടെയും ചട്ടിയുടെയും ചൂടിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് വച്ച മാങ്ങ ചേർക്കാം. മാങ്ങയുടെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ മസാല പിടിക്കത്തക്കവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. മാങ്ങയുടെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ മസാല പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിക്കാം. വീണ്ടും മാങ്ങ ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ രുചികരമായ മാങ്ങ അച്ചാർ റെഡിയായിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇത്തരം രുചി, അതായത് ചില കല്യാണ സദ്യകളിലെങ്കിലും നിങ്ങൾ ഇത്തരമൊരു മാങ്ങ അച്ചാറിൻ്റെ രുചി അറിഞ്ഞിട്ടുണ്ടാകും. ആ അച്ചാർ നിങ്ങളും ഒന്ന് വീട്ടിലൊന്ന് ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഒരു 4 മണിക്കൂറിന് ശേഷം നിങ്ങൾക്കിത് ഉപയോഗിച്ച് തുടങ്ങാം. ആ സമയമാകുമ്പോഴേക്ക് ഉപ്പ് നല്ല രീതിയിൽ എല്ലായിടത്തും പിടിച്ചിട്ടുണ്ടാകത്തുള്ളൂ. ഈ മാങ്ങ അച്ചാർ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.